അച്ഛൻ, ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വരാം. എന്താ പേര്? കണ്ണുപോയി അല്ലേ? അതിനാണ് എങ്ങനെ വിഷമിച്ചിരിക്കണേ. ദേ എന്നെ നോക്ക്, എനിക്കൊരു തലവേദന വന്നതാ. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ക്യാൻസറാണ്. സംഗതി ശരിയാ. ജീവിതത്തിലൊരു ഗ്യാരണ്ടി ഇല്ല. ഞാനിങ്ങനെ ഇരിക്കുന്നു കണ്ടില്ലേ, പിന്നെ നിനക്കെന്താ വിഷമം? മാഷെ, എൻ്റെ പേര് ശ്യാം. ഒരു ആക്സിഡന്റ് പറ്റിയതാ. മുന്നിൽ പോണ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിത്തെറിച്ച് കണ്ണിൽ തറച്ചു. ഒരു മനസ്സമാധാനവുമില്ല മാഷെ. നല്ലപോലെ ഉറങ്ങിയിട്ട് 4-5 ദിവസങ്ങളായി. ആ പുറത്തിറങ്ങുന്ന കാഴ്ചകളൊക്കെ ഒന്ന് പറഞ്ഞുതരൂ? ഓ, അതിനെന്താ. ഇവിടെ വലിയൊരു ഗ്രൗണ്ടാ, സ്കൂൾ ഗ്രൗണ്ടാന്നാ തോന്നുന്നു. ആ മതിലിനകത്ത് ഉലുസി നിൽക്കുന്ന ഒരാളുണ്ട്. വലിയൊരു മരമുണ്ട്, അതിൽ കിളികളൊക്കെ അങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലല്ല 2 പേര് പ്രേമിക്കുന്നു. ഇവര് 2 കൂടി എങ്ങനെ ഒരു ഐസ്ക്രീം തിന്നുക? എന്തായാലും ആകെ കൂടി ഒരു സൂപ്പർ സായാണ്. ശ്യാമേ. ആ, എങ്ങനെയുണ്ടോ ഇപ്പൊ ശ്യാമേ? ക്ഷീണുണ്ടോ? നല്ല ക്ഷീണത്തിലാണെന്ന് സിസ്റ്റർ പറഞ്ഞു. അല്ല ചേട്ടാ, ഇന്ന് ശബ്ദമൊന്നുമില്ലല്ലോ. കളിയൊന്നുമില്ലേ? ആ കാഴ്ച ഒന്ന് പറഞ്ഞുതരൂ? പറയാം. കളി അവിടെ നടക്കുന്നുണ്ട്. മഴക്കാറുള്ള കാരണമൊന്നും കിളികളൊന്നും കാണാനില്ല. പ്രേമിക്കുന്ന 2 കുട്ടികൾ തെറ്റിനാ തോന്നുന്നത്. ദൈവേശാവോ ചെറുപ്പത്തിൽ തന്നെ. അതാ കളിക്കാരനെ കള്ളക്കളി കഴിച്ചിരിക്കുന്ന തോന്നുന്നു. പിള്ളേര് ഇപ്പൊ തല്ലുപിടിച്ചാവും. ഇതിന്റെ ഇടയിൽ ആ പ്രേമിക്കുന്നവര് തമ്മിലൊന്നും മിഞ്ചാ മതിയായിരുന്നു. മഴ പെയ്യുന്ന മറ്റുണ്ട്. പാടത്തുനിന്നാ തോന്നുന്ന ആടുകളെ കഴിച്ചിട്ട് വരുന്ന കാണാനുണ്ട്. ഇവിടെ നടക്കേണ്ടതൊക്കെ ഇവിടെ തന്നെ നടക്കണല്ലോ. പോയേക്കാം. ശ്യാമേ, മോനെ, ഓയിൽ ചേഞ്ചിന് നേരായി, പോയിട്ട് വരാം. സിസ്റ്ററെ, ആ ബെഡിലെ ആളെവിടെ? അറിഞ്ഞില്ലേ, അയാൾ ഇന്നലെ മരിച്ചു. ഇവിടെ വലിയൊരു ഗ്രൗണ്ടാണ്, സ്കൂൾ ഗ്രൗണ്ടാന്നാ തോന്നുന്നു. സിസ്റ്ററെ, ആ പുറത്തിറങ്ങുന്ന കാഴ്ച ഒന്ന് പറഞ്ഞുതരുമോ? ഇത് ഈ ബ്ലോക്കിന്റെ അവസാനാ. ഇതിനപ്പുറത്തൊരു മതിലും, അതിലാണേൽ ഒരു ശ്മശാനം മാത്രമേ ഉള്ളൂ. സംഗതി ശരിയാ. ജീവിതത്തിലൊരു ഗ്യാരണ്ടി ഇല്ല. ഈ നൈമിഷിക ജീവിതത്തിൽ കാണാനും
കാണാത്ത കാഴ്ചകൾ സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാനും ഈ പുതുവത്സരത്തിൽ നിങ്ങൾക്കാവട്ടെ.